Hello everyone, welcome to this video. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ ടൈപ്പാണ് പഠിച്ചത് അല്ലേ? ഡാറ്റ ടൈപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് വേരിയബിൾ ഡിക്ലറേഷൻ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. സോ ഒഫീഷ്യലി ദർ ഇസ് എ തിങ് കോൾഡ് വേരിയബിൾ ഡിക്ലറേഷൻ. ഒരു പ്രോഗ്രാമിൽ നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഫോർ വി യൂസ് ദാറ്റ് പ്രോഗ്രാം വി മസ്റ്റ് ഡിക്ലെയർ ദാറ്റ് വേരിയബിൾ. ദാറ്റ് ഇസ് കോൾഡ് വേരിയബിൾ ഡിക്ലറേഷൻ. അപ്പോൾ പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കണം, ഡിക്ലെയർ ചെയ്തിരിക്കണം ബിഫോർ വി യൂസ് ദാറ്റ്. ഓക്കെ, സോ വി വിൽ സീ വാട്ട് ഇസ് വേരിയബിൾ ഡിക്ലറേഷൻ. സോ വേരിയബിൾ ഡിക്ലറേഷൻ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇതുപോലെ വേരിയബിൾസ് എന്ത് ചെയ്തതാണ്, ഡിക്ലെയർ ചെയ്തതാണ്. ഓക്കെ, സോ ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ ഐ ആം ഡിക്ലെയറിങ് ഇൻറ്റ് സം. അപ്പോൾ ഇൻറ്റ് സം നമ്മൾ ഡിക്ലെയർ ചെയ്തത് നമുക്കറിയാം. സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് അല്ലേ, വേരിയബിൾ ആണ്. അപ്പോൾ ഈ ഒരു സമ്മിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് അല്ലേ. ദാറ്റ് ഈസ് ദി വേരിയബിൾ ഡിക്ലറേഷൻ. അപ്പോൾ സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് എന്ത് ചെയ്തിരിക്കണം, ഡിക്ലെയർ ചെയ്തിരിക്കണം. ദെൻ ഓൺലി വി ക്യാൻ യൂസ് ദിസ് പർട്ടിക്കുലർ വേരിയബിൾ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ദാറ്റ് ഈസ് ഫ്ലോട്ട് റേഷ്യോ. ഫ്ലോട്ട് റേഷ്യോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ. സോ വാട്ട് ഇസ് ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ? ഇറ്റ് മീൻസ് ദാറ്റ് റേഷ്യോ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഒരു റിയൽ വാല്യൂ ആണ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അതുപോലെ തന്നെ ലോങ് ഇൻറ്റ് റിസൾട്ട്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ലോങ് ഇൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് ഇൻറ്റീജർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലൈനിൽ ഞാൻ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റ് എ, ബി, res. അപ്പോൾ 3 വേരിയബിൾസ് ആണ് ഈ ഒരു ലൈനിൽ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻ ദിസ് എക്സാമ്പിൾ. ഇനി ഈ 3 വേരിയബിൾസ് ആണ് ഒരു ലൈനിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വേരിയബിളിൻ്റെ നെയിം എ, ദെൻ ബി, ദെൻ res. ഈ 3 വേരിയബിൾസിലും നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഒരു ഇൻറ്റീജർ വാല്യൂ മാത്രമാണ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് വേരിയബിൾ ഡിക്ലറേഷൻ. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ നമ്മൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എറർ. ദാറ്റ് ഈസ് വൈ വി ആർ ഡിക്ലെയറിങ് വേരിയബിൾസ്. സോ എ വേരിയബിൾ ഡിക്ലറേഷൻ ഡസ് 2 things. 2 കാര്യങ്ങളാണ് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് ടെൽസ് എ കമ്പൈലർ വാട്ട് ദ വേരിയബിൾ നെയിം ഈസ് അല്ലേ. നമ്മൾ ഇൻറ്റ് സം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്നെന്താണ്, അത് ഏതാണ് വേരിയബിൾ നെയിം ഏതാണെന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മളെ വേരിയബിളിൻ്റെ നെയിം എന്താണ്, സം ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തു. അതുപോലെ തന്നെ ഇറ്റ് സ്പെസിഫൈസ് വാട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ദ വേരിയബിൾ ക്യാൻ ഹോൾഡ്. ആ വേരിയബിളിൽ എന്ത് ടൈപ്പ് ഡാറ്റയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, ഈ സമ്മിൽ എന്ത് ടൈപ്പ് ഡാറ്റയാണ്, ദാറ്റ് മീൻസ് വാട്ട് വി ആർ ഹോൾഡിങ് ഇൻറ്റീജർ. സോ ഈ 2 കാര്യങ്ങളാണ് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ എന്ത് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ ഡൂയിങ് ദീസ് 2 things we must declare what a variable whenever we are using it in our program. So വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻറ്റാക്സ് ആണ് പറയുന്നത്, സിൻറ്റാക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിൻറ്റാക്സ് എന്താണ്. സിൻറ്റാക്സ് ഓരോ കാര്യത്തിനും എന്തുണ്ട്, സി പ്രോഗ്രാമിൽ സിൻറ്റാക്സ് ഉണ്ട്. ഈ സിൻറ്റാക്സ് നമ്മൾ തെറ്റിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, സിൻറ്റാക്സ് എറേഴ്സ് വരുന്നത് അല്ലേ. whenever we break the syntax rules we will get syntax errors. അപ്പോൾ ഇവിടുത്തെ സിൻറ്റാക്സ് ആണ്, അതായത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള സിൻറ്റാക്സ് ആണ്. ഡാറ്റ ടൈപ്പ് നമ്മൾ ആദ്യം കൊടുക്കുന്നു, പിന്നെ വേരിയബിൾ നെയിം 1, ഇനി വേരിയബിൾസ് ഉണ്ടെങ്കിൽ വേരിയബിൾ നെയിം 2, എറ്റ്സെട്ര എത്ര വേരിയബിൾസ് ഉണ്ട്, വേരിയബിൾ n, ദെൻ സെമിക്കോളൻ. ഇത് സെമിക്കോളൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സെമിക്കോളൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് എ സിൻറ്റാക്സ് എറർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എറർ അവിടെ കാണിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻറ്റ് സം എന്ന് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നു, പിന്നെ വേരിയബിൾ നെയിം കൊടുക്കുന്നു, ദെൻ യു വിൽ ഗിവ് സെമിക്കോളൻ. ദിസ് ഇസ് ദ സിൻറ്റാക്സ് ഓർ ദിസ് ഈസ് ദി എക്സാമ്പിൾ ആൻഡ് ദിസ് ഇസ് ദ സിൻറ്റാക്സ്. എന്ത് കാര്യവും നമ്മൾ പഠിക്കുമ്പോൾ സിൻറ്റാക്സ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഈ സിൻറ്റാക്സ് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ എന്ത് ചെയ്യും, എറർ വരും. ബിക്കോസ് സി ഈസ് എ ഫോർമൽ ലാംഗ്വേജ് ആൻഡ് വി മസ്റ്റ് സ്ട്രിക്ട്ലി ഫോളോ ദിസ് റൂൾസ്. ഓക്കെ, so I think you understood how to declare a variable. So variable declare ചെയ്തിട്ടില്ലെങ്കിൽ you will get errors. So to avoid those errors we must declare a variable. So I think you got the concept. So that's all in this video. Thank you so much.